രാത്രിയുടെ നിശബ്ദതയിൽ കരിയിലകൾ അനങ്ങുന്ന ശബ്ദം കേട്ട് നിങ്ങൾ എപ്പോഴെങ്കിലും ഭയന്നിട്ടുണ്ടോ? കാളയായോ പോത്തായോ പന്നിയായോ മാറി നിങ്ങളെ പിന്തുടരുന്ന ഒരു രൂപിയെക്കുറിച്ച് കേട്ടിട്ടുണ്ടോ? കേരളത്തിൻ്റെ നാട്ടിൻപുറങ്ങളിൽ ഒരു കാലത്ത് ഭീതി പടർത്തിയ ആ പേരാണ് ഒടിയൻ. എല്ലാവർക്കും നമസ്കാരം. നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് കേരളത്തിലെ ഏറ്റവും ഭയാനകമായ മിത്തുകളിൽ ഒന്നായ ഒടിയനെ കുറിച്ചാണ്. ആരായിരുന്നു ഒടിയന്മാർ? അവർക്ക് ശരിക്കും രൂപം മാറാൻ കഴിയുമോ എന്നാണ് ഈ ഒടിവിദ്യയുടെ പിന്നിലെ രഹസ്യം. നമുക്ക് നോക്കാം. ഒടിവിദ്യ, ഒടിയൻ, ഇന്ന് ഏതു കൊച്ചുകുട്ടിക്കും ഈ വാക്കുകൾ എല്ലാം പരിചിതമാണ്. എന്നാൽ കഥകളിലും മിത്തുകളിലും കേട്ടതുപോലെ എന്താണ് ഒടിയൻ, എന്താണ് ഒടിവിദ്യ എന്ന് നിങ്ങൾക്കറിയാൻ ആഗ്രഹമില്ലേ? നമ്മുടെ നാട്ടിൽ നിലനിൽക്കുന്ന ഒരു ഐതിഹ്യ കഥാപാത്രമാണ് ഒടിയൻ. മുത്തശ്ശി കഥകളിലൂടെയും നാട്ടുകഥകളിലൂടെയും എല്ലാവരുടെയും ചെവികളിൽ ധാരാളം ഒടിയൻ കഥകൾ എത്തിയിട്ടുണ്ടാവും. പഴങ്കഥകളിൽ പറയുന്നത് പോലെ കാളയായും പോത്തായും നരിയായും എല്ലാം ഒടിയൻ വേഷപ്രച്ഛന്നനായി ആളുകളെ ഇരുട്ടിൻ്റെ മറവിൽ ഭയപ്പെടുത്തുന്നു. എന്നാൽ ഇതിന് പിന്നിൽ ധാരാളം കഥകളും ഐതിഹ്യങ്ങളും നിലനിൽക്കുന്നുണ്ട് എന്നതാണ് സത്യം. പാണൻ, പറയൻ തുടങ്ങിയ താഴ്ന്ന സമുദായങ്ങളിൽപ്പെട്ടവരാണ് ഒടിയനായി മാറിയിരുന്നത്. ഒടിവിദ്യയ്ക്ക് ഇന്നും ശാസ്ത്രീയമായ അടിസ്ഥാനമില്ലെങ്കിൽ പോലും നമ്മൾ കേട്ടുശീലിച്ച കഥകളിൽ നിന്ന് പലരും വിശ്വസിക്കുന്നുണ്ട് ഒടിയനും ഒടിവിദ്യയും എല്ലാം. അമാവാസി ദിനമാണ് ഒടിവിദ്യയ്ക്കായി ഒടിയന്മാർ തിരഞ്ഞെടുത്തിരുന്നത്. പലപ്പോഴും ഒടിവിദ്യ ഏൽക്കുന്ന ആൾ അവരെ അറിയാതെ തന്നെ മരണത്തിലേക്കോ അമിത ഭയത്തിലേക്കോ മാനസിക നില തെറ്റിയോ എത്തുന്ന അവസ്ഥയാണ് ഉണ്ടായിരുന്നത്. ഒടിവിദ്യ എന്ന വിശ്വാസം ഈ കാലഘട്ടത്തിൽ പോലും പലരും വിശ്വസിച്ചു പോരുന്നു. ഒടിയൻ്റെ വിദ്യകളെക്കുറിച്ച് ചില കാര്യങ്ങൾ നമുക്ക് നോക്കാം. പണ്ടുകാലങ്ങളിൽ താഴ്ന്ന സമുദായത്തിൽപ്പെട്ടവരോട് മേലാളന്മാർ വളരെയധികം ക്രൂരമായാണ് പെരുമാറിക്കൊണ്ടിരുന്നത്. സ്ത്രീകളെയും കുട്ടികളെയും പോലും ഇവർ വെറുതെ വിട്ടിരുന്നില്ല. ഇതിൽ നിന്ന് മോചനം നേടുന്നതിന് വേണ്ടിയുള്ള ശ്രമത്തിലാണ് ഒടിയൻ എന്ന മിത്ത് രൂപപ്പെടുന്നത്. മണ്ണ് കുഴച്ചൊരു ബിംബമുണ്ടാക്കി ഇത് തീയിലിട്ട് കരിച്ചെടുത്ത് കരിങ്കുട്ടി എന്ന ഒരു ബിംബമുണ്ടാക്കിയെടുത്തു. ഇതിനോടുള്ള സ്ഥിരമായ ഉപാസന മൂലം ആ ബിംബത്തിന് ശക്തി വരികയും ഇഷ്ടവരം പാണഞ്ഞു നൽകുകയും ചെയ്തു. തങ്ങളെ ദ്രോഹിക്കുന്നവരെ ഇഷ്ടരൂപത്തിൽ ചെന്ന് മായാജാലം കാണിച്ച് പീഡിപ്പിക്കുകയും വേണമെങ്കിൽ ജീവഹാനി വരുത്തുകയും ചെയ്യുന്നതിനുള്ള വരം കരിങ്കുട്ടി നൽകി. എന്നാൽ അതിന് ശക്തി ലഭിക്കുന്ന ഒരു മരുന്ന് തയ്യാറാക്കേണ്ടതുണ്ടായിരുന്നു. അതിനായുള്ള വിദ്യകളും മറ്റുമെല്ലാം കരിങ്കുട്ടി പാണന് പറഞ്ഞു കൊടുത്തു. വിചാരിച്ച അത്രയും എളുപ്പമായിരുന്നില്ലെങ്കിലും അതിനുവേണ്ടി എത്ര കഷ്ടപ്പെടുന്നതിനും അവർ തയ്യാറായിരുന്നു. ഒടിമരുന്ന് തയ്യാറാക്കുന്നതിന് കരിഞ്ഞൂൽ ഗർഭമുള്ള അന്തർജനത്തിൻ്റെ മറുപിള്ളയെ തന്നെ വേണമായിരുന്നു. ഇത്തരത്തിലുള്ള അന്തർജനങ്ങളെ കണ്ടെത്തി മയക്കി മുളങ്കത്തി ഉപയോഗിച്ച് വയറു കീറി മറുപിള്ളയെ പുറത്തെടുക്കുന്നതായിരുന്നു രീതി. എന്നാൽ വയറു കീറിയ മുറിവ് മറയ്ക്കുന്നതിന് മായവിദ്യയും ചെയ്തു. പിന്നീട് രാവിലെ ആവുമ്പോഴേക്ക് ഇവർ മരിച്ചു കിടക്കുന്ന അവസ്ഥയായിരുന്നു ഉണ്ടായിരുന്നത്. മറുപിള്ളയിൽ നിന്നും ഉണ്ടാക്കിയെടുക്കുന്ന മരുന്ന് ആകെ 2-3 തുള്ളി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇത് ചില പച്ചിലകളുമായി ചേർത്ത് ചെവിയുടെ പുറകിൽ തേച്ച് പിടിപ്പിച്ചായിരുന്നു ഒടിവിദ്യ നടത്തിയിരുന്നത്. ശത്രുനാശം തന്നെയാണ് ഇതിലൂടെ പ്രധാനമായും ഒടിയൻ വിദ്യകളുടെ ലക്ഷ്യം. ഇതിനുവേണ്ടി അതികഠിനമായ വ്രതാനുഷ്ഠാനങ്ങളും നടത്തിയിരുന്നു. ഇഷ്ടരൂപം സ്വീകരിച്ച് ശത്രുക്കളെ വകവരുത്തുന്നതിൽ ഒടിവിദ്യ പ്രയോഗിക്കുന്നവർ നാട്ടിൽ പിന്നീട് ധാരാളം ഉണ്ടായി. പ്രത്യേകമായി തയ്യാറാക്കിയ ഈ ദ്രാവകം ചെവിയുടെ പിന്നിൽ തേച്ച് പിടിപ്പിച്ച് ഒടിയൻ വേഷം മാറുന്നു. ശത്രുനാശത്തിന് ശേഷം കലിയടങ്ങാതെ വീട്ടിലേക്ക് തിരിച്ചെത്തുന്ന ഒടിയൻ്റെ ദേഹത്ത് ചൂടുവെള്ളമോ കാടിവെള്ളമോ ഒഴിച്ചാൽ മാത്രമേ ഒടിയന് സ്വരൂപത്തിലേക്ക് എത്തുന്നതിന് സാധിക്കുകയുള്ളൂ. എന്നാൽ ഏതെങ്കിലും കാരണവശാൽ ഒടിയൻ്റെ ദേഹത്ത് ചൂടുവെള്ളമോ കാടിവെള്ളമോ ഒഴിക്കാൻ കഴിയാതിരുന്നാൽ വീട്ടിലെ സ്ത്രീയെയും ഒടിയൻ കൊലപ്പെടുത്തുമായിരുന്നു എന്നാണ് വിശ്വാസം. ഒടിവിദ്യയ്ക്ക് വേണ്ടി തയ്യാറെടുക്കുന്ന ഒടിയന് അസാധാരണമായ കാഴ്ചശക്തി ഉണ്ടെന്നാണ് പറയുന്നത്. അതിനായി നത്തിൻ്റെ തലയിൽ നിന്നും എടുക്കുന്ന ഒരു പ്രത്യേക തരത്തിലുള്ള മഷി അവർ കണ്ണിൽ പുരട്ടുമായിരുന്നു എന്നാണ് പറയുന്നത്. ഇത് അവർക്ക് അസാധാരണമായ കാഴ്ചശക്തി നേടിക്കൊടുക്കുന്നു എന്നാണ് വിശ്വാസം. അസാധാരണ ശക്തിയും ഇവർക്ക് ആ സമയത്ത് ഉണ്ടാകുന്നു. ശത്രുനാശം തന്നെയാണ് ഈ വിദ്യയിലൂടെ താഴ്ന്ന സമുദായക്കാർ ഉദ്ദേശിച്ചിരുന്നത്. അതിനായി ശത്രുവിനെ കാത്തിരുന്ന് രാത്രിയിൽ വേഷം മാറിയോ അദൃശ്യനായോ എത്തി ഒടിവിദ്യ പ്രയോഗിച്ച് ഇരയുടെ കഴുത്തൊടിക്കുന്നു. ഇത്തരത്തിൽ ചെയ്യുന്നയാൾക്ക് പെട്ടെന്ന് തന്നെ മരണം സംഭവിക്കുകയോ മൃതപ്രായനായി കാലങ്ങളോളം കിടന്ന് പിന്നീട് മരണപ്പെടുകയോ ആണ് ചെയ്യുക. പലരും വീട്ടുപടിക്കലോ സ്വന്തം പുരയിടത്തിലോ വെച്ചാണ് മരണപ്പെടാറോ ആക്രമിക്കപ്പെടാറോ ഉള്ളത് എന്നതും ഒടിയൻ്റെ പ്രത്യേകതയാണ്. ഒടിയൻ മൃഗങ്ങളുടെ രൂപത്തിലാണ് മുന്നിൽ പ്രത്യക്ഷപ്പെടുന്നത്. എന്നാൽ ഒടിയനെ കണ്ടെത്തുന്നതിന് വേണ്ടി ചില വശങ്ങൾ പണ്ടത്തെ കാരണവന്മാർ ഉപയോഗിച്ചിരുന്നു. ഏതെങ്കിലും മൃഗത്തിൻ്റെ രൂപത്തിലാണ് ഒടിയൻ ആക്രമണത്തിന് എത്തുന്നതെങ്കിൽ ഒരിക്കലും ആ മൃഗം പൂർണ്ണമായുള്ള അവസ്ഥയിൽ ആയിരിക്കുകയില്ല. ചിലപ്പോൾ ഒരു കൊമ്പിൻ്റെയോ വാലിൻ്റെയോ ചെവിയുടെയോ ഒക്കെ കുറവുണ്ടാകുന്നു. ഇതിലൂടെ ഒടിയനെ കണ്ടെത്തി അതിനെ തിരിച്ചാക്രമിക്കുന്നവരും കുറവല്ലായിരുന്നു. ഒടിയനെ പ്രതിരോധിക്കുന്നതിനും പണ്ടുള്ള കാരണവന്മാർ ചില വിദ്യകൾ കണ്ടെത്തിയിരുന്നു.
ഒടിയൻ്റെ മുന്നിലകപ്പെട്ടാൽ തിരഞ്ഞോടുകയോ ഭയപ്പെടുകയോ ചെയ്യാതെ വസ്ത്രങ്ങളെല്ലാം അഴിച്ച് നഗ്നരാവുന്നു. പിന്നീട് ഒടിയനും ചുറ്റും വലം വെച്ച് ഒരു കളം വരച്ച് ഒടിയൻ്റെ മുഖത്തടിക്കുന്നു. ഇതിലൂടെ ചെവിയിൽ പുരട്ടിയിരുന്ന മരുന്നിൻ്റെ ശക്തി ഇല്ലാതാവുകയും ഒടിയൻ മൃഗരൂപം വെടിയുകയും ചെയ്യുന്നു. വൈദ്യുതി എത്തിയതോടെ ഒടിവിദ്യകളും ഒടിയന്മാരും നാട്ടിൻ പുറങ്ങളിൽ നിന്ന് അപ്രത്യക്ഷരായി. രാത്രി കാലങ്ങളിൽ ഇരുളിൻ്റെ മറപറ്റിയാണ് ഒടിയന്മാർ ഒടിവിദ്യയ്ക്ക് ഇറങ്ങിയിരുന്നത്. എന്നാൽ പിന്നീട് വെളിച്ചത്തിൻ്റെ വരവോടെ ഇവർ പോയൊളിച്ചു. എങ്കിലും പല മേലാളന്മാരും കാര്യസാധ്യത്തിനും ശത്രുനാശത്തിനുമായി ഒടിയന്മാരെ ഉപയോഗിച്ചിരുന്നു. ഇരുട്ടിൻ്റെ മറവിൽ പാതി മനുഷ്യനും പാതി മൃഗവുമായി ഒടിവിദ്യകൾ ചെയ്ത് ശത്രുനാശത്തിനായി കാത്തിരുന്ന ഒടിയൻ്റെ കഥ ഓരോ ഇടവഴികൾക്കും ഇന്നും പറയാനുണ്ടാകും. ഒടിയൻ എന്നത് കേവലം ഒരു കഥയല്ല, മറിച്ച് നമ്മുടെ നാടൻ ചരിത്രത്തിൻ്റെ ഭാഗമായ ഒരു ഭീതിയാണ്. നിങ്ങൾക്ക് ഇതുപോലെയുള്ള അനുഭവങ്ങളുണ്ടോ എങ്കിൽ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇതുപോലുള്ള കൂടുതൽ മിസ്റ്ററി വീഡിയോകൾക്കായി മല്ലു PK ഫാമിലി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.